സോ വെൽക്കം ബാക്ക് ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ കോമിക്. നമ്മൾ ഇന്ന് വൺ പീസിന്റെ ഒരു കിഡിലൻ ചാപ്റ്ററാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് ചാപ്റ്റർ 1122 ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇനി കൂടി പോയ ഏകദേശം 2-3 ചാപ്റ്റർ കൂടി വൺ പീസിന്റെ എഗ്ഗഡ് എന്ന് പറയുന്ന ആർക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ എൽബഫിലേക്ക് കടക്കുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ചാപ്റ്ററിന്റെ കവർ പേജിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഏകദേശം 22 വർഷത്തിന് മുമ്പ് ഓടയ്ക്ക് ഒരു SBS വെച്ച് സ്മോക്കറിന്റെ ഒരു ഫാൻ ആയിട്ട് ഒരാൾ കൊടുക്കുന്നുണ്ട്. ആ ഫാൻ ആർട്ടിന്റെ ഒരു റീക്രിയേഷൻ ആണ് ഇന്നത്തെ ചാപ്റ്ററിന്റെ കവർ പേജ്. അതൊന്ന് കൊടുത്തത് നമ്മുടെ മൈ ഹീറോ അക്കാഡമിയുടെ ഓതർ കൂടിയായിരുന്നു. സോ പുള്ളിക്കാരനുള്ള ഒരു ട്രിബ്യൂട്ട് കൂടിയാണ് ഇന്നത്തെ ഈ ചാപ്റ്ററിന്റെ കവർ പേജ്. സോ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ വെഗാപങ്കിന്റെ ആ അനൗൺസ്മെന്റിൽ നിന്നാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട് പൈററ്റ്സിന്റെ കയ്യിലാണ് ഈ ലോകത്തിന്റെ ഫെയ്ത്ത് ഇരിക്കുന്നതെന്ന്. കുറെ പേരൊക്കെ ഇത് കേട്ട് ഞെട്ടുന്നുണ്ട്, അതേപോലെ കുറെ പേരൊക്കെ പേടിക്കുന്നുണ്ട്. കാരണം അവർക്കും പേടിയുണ്ട് അവരുടെ കൺട്രി ഭാവിയിലൊക്കെ മുങ്ങിപ്പോകുമെന്ന്. എന്നാൽ നമ്മുടെ റോജർ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്ത പോലെ തന്നെ വെഗാപങ്കിന്റെ സ്പീച്ച് പുതിയ കുറച്ച് പൈററ്റ്സിനൊക്കെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇംബിൾ ഡൗണിലെ ഓരോ സെല്ലിലും വെഗാപങ്കിന്റെ സ്പീച്ച് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. നേവിയിലുള്ളവരൊക്കെ നിർത്താൻ നോക്കുന്നുണ്ടായിരുന്നു, അവരെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെല്ലാവർക്കും ഈ സ്പീച്ച് ഒരു തലവേദനയായിരുന്നു. അടുത്ത പാനലിൽ നമ്മുടെ കോബി ലൂഫിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു പാനൽ കൂടിയായിരുന്നു. എന്നിട്ട് നമ്മുടെ കോബി പറയുന്നുണ്ട് ലൂഫിനെ ഒരിക്കലും പുള്ളിക്കാരന്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ കോബി സമ്മതിക്കത്തില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഇതെനിക്ക് വളരെയധികം ഷോക്കിംഗ് ആയുള്ള ഒരു കാര്യമായിരുന്നു. അടുത്ത് നമ്മുടെ ബഗ്ഗിനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ പുള്ളിക്കാരന്റെ താഴെയുള്ള എല്ലാവരെയും മിസ്ലീഡ് ചെയ്ത് പുള്ളിക്കാരൻ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. എന്നാൽ ബഗ്ഗിനെ പുറകിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ക്രൊക്കോഡിലിനെ മിഹോക്കിനെ നമുക്ക് കാണാം. അതേപോലെ ബ്ലാക്ക് ബിയർഡ് പൈററ്റ്സിനെ കാരിബുവിനെ കാണാം. പുള്ളിക്കാരൻ്റെ ഇൻഫർമേഷനൊക്കെ ടീച്ചിന് ഉപകാരപ്പെടുന്നു പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പക്ഷേ ടീച്ചർ അവിടെ പറയുന്നുണ്ട് എന്തായാലും അവനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, അവൻ തന്നെ ഇൻഫർമേഷനൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അവൻ നമുക്ക് ഇവിടെ വെച്ച് തന്നെ കൊന്നേക്കാം. പെട്ടെന്ന് നമ്മുടെ ജയന്റിനെ ഒരു എൽഡർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരനെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ബ്രോഡ്കാസ്റ്റ് അങ്ങനെ കട്ടായി പോകുകയാണ്. നമ്മുടെ സണ്ണി അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോയെങ്കിൽ നെസ്റ്റൂറോ പുള്ളിക്കാരനെ പുറകെ ഉണ്ടായിരുന്നു. സോറോ അതെങ്ങനെയെങ്കിലും തടയാൻ വേണ്ടി പോകാൻ നേരത്ത് നമ്മുടെ അയൺ ജയന്റ് ഇല്ലേ പുള്ളിക്കാരൻ ജോയ് ബോയുടെ ക്ഷമ പറയും. ലൂഫി നമ്മുടെ അയൺ ജയന്റിനെ വിളിക്കുകയും ചെയ്യും. അപ്പം പുള്ളിക്കാരൻ പറയുകയും ചെയ്യും എനിക്ക് ഉറപ്പായിരുന്നു അവൻ എന്തായാലും ഇത്ര നാൾ ജീവനോടെ കാണത്തില്ലെന്ന്, പക്ഷേ എനിക്ക് അവനോട് അപ്പോളജൈസ് ചെയ്തൊക്കെ കൊള്ളാമെന്നുണ്ടായിരുന്നു. ലൂഫി ആലോചിക്കുന്നുണ്ട്, അല്ല ലൂഫി പറയുന്നുണ്ട് നിങ്ങൾക്ക് ആള് മാറിപ്പോയതാണ്, എന്നെ കാണാൻ കറക്റ്റ് അവനെ പോലെ തന്നെയാണ്, എൻ്റെ പണ്ടത്തെ ഓർമ്മകളൊക്കെ എനിക്ക് തിരിച്ചു വരണമെന്ന് പറയാൻ നേരത്ത് സാറ്റേൺ ആയിട്ട് ഒരു സൈഡിൽ നിന്ന് റീജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ തോറ്റുപോയി, എനിക്ക് അവനെ രാജാവാക്കാൻ പറ്റില്ല. ഈ പാനലിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ എൽഡേഴ്സും നമ്മുടെ ലൂഫിനെ നമ്മുടെ ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരുവാണ്. ഒരു ഹ്യൂജ് പാനലാണ് സത്യം പറഞ്ഞത്. ലൂഫി വീണ്ടും ചോദിക്കുന്നുണ്ട് രാജാവോ? അപ്പോൾ പുള്ളിക്കാരൻ്റെ നമ്മൾ ലൂഫിയുടെ പേര് ചോദിക്കും. എപ്പോഴത്തെ പോലെ ലൂഫി പുള്ളിക്കാരൻ്റെ പേര് ഐക്കോണിക് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ലൂഫിയുടെ പേരിൽ ഡി ഉണ്ടെന്ന് മനസ്സിലായ അയൺ ജയന്റ് പെട്ടെന്ന് ഒരു കയർ വലിച്ചു പൊട്ടിക്കും. പെട്ടെന്ന് ഒരു ഹ്യൂജ് ആയിട്ടുള്ള കോൺക്രസ് ഹാക്കി ഈ അയൺ ജയന്റിന്റെ മേളിൽ നിന്ന് വരും. കുറെ പേരൊക്കെ ബോധം കിട്ടി താഴെ വീഴുന്നുണ്ട്. ഈ ഹാക്കിനെ ഒട്ടും നിസാരമായിട്ട് കാണാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 2 യോങ്കോസ് കൂട്ടുമുട്ടാൻ നിർത്താണ് സ്കൈ ഒക്കെ സ്പ്ലിറ്റ് ആകുന്നത്. എന്നാൽ ഒറ്റക്ക് ഈ ഹാക്കി യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കൈയും സ്പ്ലിറ്റ് ആയി ഓൾമോസ്റ്റ് ആ ഇസ്ലൻഡ് ഫുള്ള് ഈ ഹാക്കി പടരുകയും ചെയ്തു. മറൈൻസിന്റെ ഹൈ ലെവൽ ഓഫീസേഴ്സിന് പോലും ഇതങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അടുത്ത പാനലിൽ ബാക്കിയുള്ള എൽഡേഴ്സിനെ കാണിക്കുന്നുണ്ട്. ഈ ഹാക്കിയുടെ പവർ കാരണം അവരവരുടെ ഹ്യൂമനോയിഡ് ഫോമിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, അവർ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അടുത്ത പാനലിൽ എൽഡേഴ്സിനെ പോലെ തന്നെ ഇമു താഴത്തേക്ക് വീഴുന്നുണ്ട്. പുള്ളിക്കാരൻ നന്നായിട്ട് കിടന്ന് കഥക്കുന്നുണ്ട്. സോ ഈ ഇമോ എൽഡേഴ്സുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ കാണും. നമ്മുടെ സണ്ണിയായിട്ട് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര അതിശയമാണ്. കാരണം ഒരു റോബോട്ടാണ് ഇപ്പൊ ഹാക്കിങ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സാറ്റേ നടന്ന് നമ്മൾ അയൺ ജയന്റിന്റെ ഫ്രണ്ട് വരുവാണ്. പുള്ളിക്കാരന്റെ മനസ്സിലേക്ക് കുറച്ചധികം ഫ്ലാഷ് ബാക്ക് കൂടെ വരും. അപ്പം നമ്മൾ ഇച്ചിരി മുമ്പ് കണ്ട ഹാക്കിയൊക്കെ ഈ റോബോട്ടിന്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചത് മറ്റാരുമല്ല നമ്മുടെ ജോയ് ബോയ് ആണ്. പിന്നെ ഈ ഒരു രീതി, അതായത് കയർ വലിച്ച് പുറത്തോട്ട് പവർ കൊണ്ടുവരുന്ന രീതി ഇവിടെ നേരത്തെ പറഞ്ഞതല്ല. അതായത് ഇതിനു മുമ്പും നാമിയുടെ ഒരു കേസിൽ ഇത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് അവിടെ വിൻഡ് ആയിരുന്നു, പക്ഷെ ഇന്ന് ഇവിടെ ഒരു ഹാക്കിയാണ്. നമ്മുടെ റോബോട്ടിന് എന്തെങ്കിലും ഒരു വലിയ അപകടം പറ്റിയാലോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ ആവശ്യമുള്ളവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ജോയ് ബോയ് ഇത്ര ഇമൻസ് ആയിട്ടുള്ള ഹാക്കി ഈ റോബോട്ടിന്റെ അകത്ത് സൂക്ഷിച്ചു വെക്കുന്നത്. കാരണം ജോയ് ബോയ്ക്ക് അറിയായിരുന്നു ഈ അയൺ ജയന്റ് അത്രയും കാലമൊന്നും പുള്ളിക്കാരൻ ജീവിച്ചിരിക്കാൻ പോകത്തില്ലെന്ന്. അതുകൊണ്ട് തന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പരിപാടി കാണിച്ചത്. എന്നിട്ട് അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള കോൺവെർസേഷൻ കഴിഞ്ഞ് കാറിനിലെ നമ്മുടെ അയൺ ജയന്റിനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ വീണ്ടും വിഷമത്തിലാണ്. കാരണം ഇനിയും പുള്ളിക്കാരൻ ഒറ്റക്കാവുന്നുള്ള ഡൗട്ടാണ് അങ്ങേർക്ക്. അങ്ങനെയാണ് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. സോ ഇതുപോലത്തെ കൂടുതൽ ആനിമി റിലേറ്റഡ് വീഡിയോസിനെ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ ഒന്ന് ഓൺ ആക്കാൻ മറക്കണ്ട.